ഗന്ധമാദന പർവ്വതത്തിലെ ഗംഭീരമായ ശാന്തത മനസ്സിനെ ഊർദ്ധമുഖമാക്കിക്കൊണ്ടേയിരുന്നു. എപ്പോഴും ഇത്തരം പ്രശാന്ത മൗനത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഗന്ധമാദന പർവ്വതത്തിനടുത്ത് പ്രതീക്ഷയോടെ കഴിയുകയാണ്. അർജുനൻ സ്വർഗത്തിലേക്ക് പോയിട്ട് 5 വർഷം കഴിഞ്ഞു. അന്ന് ആകാശം മേഘാവൃതമായിരുന്നു. നീലമേഘങ്ങളിൽ അർജുനന്റെ ശ്യാമളമായ രൂപഭംഗി ചിത്രീകരിക്കപ്പെടുന്നു. പെട്ടെന്ന് ആകാശത്ത് ദിവ്യമായൊരു പ്രഭാവലയം പ്രത്യക്ഷപ്പെട്ടു. സുസജ്ജിതമായ രഥം മന്ദം മന്ദം ആകാശത്ത് നിന്ന് ഗന്ധമാദനത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്ദ്രന്റെ സാരഥിയായ മാതലി അർജുനനെയും കൊണ്ട് മടങ്ങി വരികയാണ്. പാണ്ഡവന്മാർക്ക് ആനന്ദോല്ലാസമുണ്ടായി. അർജുനന്റെ ദിവ്യപ്രഭാപൂരിതമായ അനുപമ സൗന്ദര്യം ഞാൻ ഇമവെട്ടാതെ നോക്കി നിന്നു. 5 വർഷത്തെ സ്വർഗ സൗന്ദര്യം ഞാൻ ഇമവെട്ടാതെ നോക്കി നിന്നതിൻ്റെ കുറെ കൂടെ ദിവ്യവും ഭഗ്യവുമായി തീർന്നുവെന്ന് തോന്നി. ഭീമൻ ആനന്ദതുല്യനായി അർജുനനെ പൊക്കിയെടുത്ത് നൃത്തം വെച്ചു. അർജുനൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ മൂത്ത ജ്യേഷ്ഠനെ നമസ്കരിച്ചു. അനുജന്മാരെ ആലിംഗനം ചെയ്തു. സ്വർഗത്തു നിന്ന് വിലപിടിപ്പുള്ള അനേകം ഉപഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യുധിഷ്ഠിരനു വേണ്ടി സ്വർഗരാജ്യത്തിന്റെ ചിത്രവും ഭരണസംബന്ധമായ അനേകം രേഖകളും കൊണ്ടുവന്നു. ഭാവിയിൽ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുക യുധിഷ്ഠിരന്റെ ലക്ഷ്യമാണ്. ഈ ഉപഹാരങ്ങൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമേകി. ഭീമന് വേണ്ടി സ്വർഗത്തിലെ അപൂർവമായ അമൃത ഭോജ്യങ്ങളും ഫലമൂലാദികളും കൊണ്ടുവന്നു. ഭീമൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവയെല്ലാം ഭക്ഷിച്ചു തുടങ്ങി. നകുലന് ഇന്ദ്രഭവനത്തിലെ രത്നചികിതമായ ജീനിയും ഇരിപ്പിടവും നായാടിന് പോകുമ്പോൾ ധരിക്കേണ്ട വേഷവും കൊണ്ടുവന്നു. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗതിവിഗതികൾ അറിയുവാൻ സഹായിക്കുന്ന അത്ഭുത ദർപ്പണമാണ് സഹദേവന് വേണ്ടി കൊണ്ടുവന്നത്. ഭാവി കാണുവാനുള്ള ദിവ്യദൃഷ്ടിയും ഇതിലുണ്ട്. ഉപഹാരങ്ങൾ എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്തു. ഞാൻ മൗനമായി ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഭീമൻ ചോദിച്ചു, ദ്രൗപദിക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ? അർജുനൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ദ്രൗപദിക്ക് എന്താണ് വേണ്ടത്? പറയൂ. എൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ മോഹിനിമാരായ അപ്സരസുകളുടെ പിടിവിടിവിച്ച് അങ്ങ് മടങ്ങി വന്നുവല്ലോ, അത് തന്നെ ധാരാളം. എനിക്ക് മറ്റൊന്നും വേണ്ട. അർജുനൻ കഴുത്തിൽ കിടന്ന രത്നം പതിപ്പിച്ച മുത്തുമാല ഊരിയെടുത്തു. ശിരസിലണിഞ്ഞിരുന്ന കിരീടമെടുത്തു. രഥത്തിൽ നിന്നെടുത്തുകൊണ്ടുവന്ന അനേകം രത്നാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം എൻ്റെ മുൻപിൽ വെച്ചിട്ട് പറഞ്ഞു, കൃഷ്ണേ, അന്ന് അഹങ്കാരിയായ കർണൻ ദുര്യോധനന്റെ ആജ്ഞയനുസരിച്ച് നിങ്ങളുടെ ദേഹത്തെ ആഭരണങ്ങൾ ഉരുവിപ്പിച്ചില്ലേ? നിങ്ങളെ നഖശിഖാന്തം രത്നാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുമെന്ന് അന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തെടുത്തിരുന്നു. 5 വർഷം ദേവന്മാരിൽ നിന്ന് ഉപഹാരമായി എനിക്ക് കിട്ടിയ എല്ലാ ആഭരണങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. വനവാസത്തിന് ശേഷം ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് വേണം ഹസ്തിനാപുരത്തിലേക്ക് തിരികെ പോകുവാൻ. ഞാനതെല്ലാം ഏറ്റുവാങ്ങി. എന്നിട്ട് അതുവഴി ലോമേശ മുനിയുടെ കയ്യിൽ കൊടുത്തു. ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ചെയ്ത പ്രതിജ്ഞ ലംഘിക്കുകയില്ല. എല്ലാ ആഭരണങ്ങളും ഭൂമിയിൽ മൈത്രി സ്ഥാപിക്കുവാനുള്ള പുണ്യകർമ്മത്തിന് വിനിയോഗിക്കാം. അർജുനൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. ലോമേശ മുനി ആര്യന്മാരും ആര്യതന്മാരുമായുള്ള സംയമന കാര്യം വിവരിച്ച് കേൾപ്പിച്ചു. അർജുനൻ ഹർഷപുളകിതനായി. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദിയുടെ ആളിക്കത്തുന്ന വ്യക്തിത്വം ക്രോധവും അഹങ്കാരവും പ്രതികാരവും നിറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എത്രയധികം മാനുഷികവും അമാനുഷികവുമായ വികാരങ്ങൾ ആ മനസ്സിലുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദയയും ക്ഷേമിയും കാരുണ്യവും പ്രേമവും ആ മനസ്സിൽ മന്ദാഗ്നി പോലെ ഒഴുകുന്നു. അത് മനസ്സിലാക്കുവാൻ വളരെ വൈകിപ്പോയെന്നും എനിക്കുറപ്പായി. യജ്ഞസേനയുടെ ഉത്സാഹത്താൽ ഇപ്പോൾ വനത്തിന്റെ രൂപം തന്നെ മാറിപ്പോയി. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അന്തരവും ഇല്ലാതാവുകയാണ്. അർജുനൻ എൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, നിന്റെ നിഷ്ഠയും ഏകാഗ്രമായ പ്രേമവും മൂലമാണ് സ്വർഗത്തിലെ അപ്സരസായ ഊർവശിയുടെ പ്രേമാജാലം തകർത്ത് നിർവികാരനായി നിൽക്കുവാൻ എനിക്ക് സാധിച്ചത്. എന്നാൽ അതിനുവേണ്ടി എനിക്കൊരു വർഷം പൗരുഷമില്ലാതെ ജീവിക്കേണ്ടി വരും. അത് കേട്ട് നിങ്ങൾ ദുഃഖമുണ്ടാകും. എന്നാൽ അച്ഛൻ്റെ കാരുണ്യത്തിൻ്റെ ബലത്തിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നപുംസകത്തിന് പകരം 1 വർഷത്തേക്ക് അത് കുറച്ചു തന്നു. എനിക്കതിയായ ദുഃഖമുണ്ടായി. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷനായി കരുതി ആരാധിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ പൗരുഷത്വമില്ലാതെ 1 വർഷക്കാലം ഞാൻ എങ്ങനെ സഹിക്കും? സഹദേവൻ എന്നെ ആശ്വസിപ്പിച്ചു. വിഷമിക്കാതിരിക്കൂ ദ്രൗപദി, എല്ലാം ഈശ്വര നിശ്ചയം. ജ്യേഷ്ഠന് കിട്ടിയ ഈ ശാപം അജ്ഞാതവാസകാലത്ത് വരമായി തീർന്നേക്കാം. അർജുനൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, ഊർവശിയുടെ പ്രേമാഭ്യർത്ഥന ഞാൻ നിരസിച്ചു. ഞാൻ നപുംസകമായി പോകട്ടെ എന്നവൾ ശപിച്ചു. എന്നാൽ അച്ഛൻ്റെ അഭ്യർത്ഥന മാനിച്ച ശാപം 1 വർഷത്തേക്ക് ചുരുക്കി. അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചു. അജ്ഞാതവാസകാലത്ത് ഊർവശി ശാപം ഉപകാരമായി തീരും. ഇപ്പോൾ സഹദേവനും അതേ അഭിപ്രായം പറയുന്നു. ഞാൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചെല്ലാം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. ഞാൻ വിചാരിച്ചു, കൃഷ്ണ സഖാവായ അർജുനൻ 1 വർഷം നപുംസകമായി കഴിഞ്ഞില്ലെങ്കിൽ
അതിൻ്റെ നാണക്കേട് കൃഷ്ണയ്ക്കല്ലേ? കൃഷ്ണന് തന്നെയാണ്. വർഷകാലം. ദ്വൈതവനത്തിൽ താമസിക്കുമ്പോൾ വർഷകാല സുഖം അനുഭവിക്കുവാനിടയായി. അർജുനന്റെ കൂടെ കാമിക വനത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ വഴിമധ്യേ കിരാതരാജാവായ സുബാഹു എല്ലാവരെയും സത്കാരത്തിന് ക്ഷണിച്ചു. കുറച്ചു ദിവസം അയാളുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോഴേക്കും ദുർഗമ വനത്തിൽ സുഗമമായ വഴികൾ വെട്ടിക്കഴിഞ്ഞിരുന്നു. അമ്പലങ്ങളും വഴിയമ്പലങ്ങളും പണിതു കഴിഞ്ഞിരുന്നു. വനവാസികളായ ശബരന്മാർ തീർത്ഥയാത്ര നടത്തുവാൻ ഹിമാലയത്തിലെ ഋഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുവാനും തുടങ്ങിയിരുന്നു. പാണ്ഡവന്മാരുടെ ശബരസ്നേഹവും ആര്യ ശബര സമ്മേളനത്തിനു വേണ്ടിയുള്ള എൻ്റെ പരിശ്രമം ഇതിനോടകം പ്രസിദ്ധമായി കഴിഞ്ഞു. കാമിക വനത്തിലെ ശബരന്മാരുടെ ജീവിതത്തിനും ധാരാളം പരിവർത്തനം വന്നുകൊണ്ടേയിരുന്നു. കൗരവന്മാരുടെ മനസ്സിലെ വിദ്വേഷം കാരണം വളർന്നു വന്ന ആര്യാധരതയ ഭേദം പാണ്ഡവന്മാരുടെ സമാചിന്താഗതി കാരണം ഇല്ലാതെയായി. ഞങ്ങൾ കിരാതരാജാവിൻ്റെ സൗഹൃദം സ്വീകരിച്ച് കുറച്ചുനാൾ അവിടെ സാന്തം കഴിഞ്ഞു. ദ്വൈതവനത്തിൽ മഴക്കാലം കഴിച്ചു കൂട്ടുവാൻ എൻ്റെ മനസ്സാഗ്രഹിച്ചു. മഴ മായാവിയെപ്പോലെ തോന്നിച്ചു. അരുവികൾ ചുറ്റുപാടും അപൂർവ ഭംഗി പരത്തിക്കൊണ്ടേയിരുന്നു. പാണ്ഡവന്മാർ പ്രകൃതി സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. ഭീമനും നകുലനും യമുനാ പർവ്വതത്തിൽ നായാട്ടിന് പോയി. കുരുവംശത്തിലെ രാജാവായ യയാതിയുടെ പിതാവ് നഹുഷൻ അഗസ്ത്യന്റെ ശാപം മൂലം സർപ്പത്തിന്റെ രൂപം അനേകം വർഷങ്ങളായി കാട്ടിൽ കഴിയുകയാണെന്ന് അറിവ് കിട്ടി. തങ്ങളുടെ പൂർവ്വപുരുഷനായ നഹുഷൻ സർപ്പരൂപത്തിൽ ഭീമനെ വരിഞ്ഞു മുറുക്കി. യുധിഷ്ഠിരൻ അനുജനെ രക്ഷിക്കുവാനുമായി. നഹുഷന്റെ ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ ശരിയായ ഉത്തരം നൽകി. സർപ്പരൂപത്തിലുള്ള നഹുഷന്റെ പിടിയിൽ നിന്ന് ഭീമൻ സ്വതന്ത്രനായി. നഹുഷനും ശാപമുക്തനായി. പാണ്ഡവന്മാരെ ആശീർവദിച്ച ശേഷം അപ്രത്യക്ഷനായി. യുധിഷ്ഠിരൻ ശാന്തചിത്തനായി ചിന്തിച്ചു. പൂർവികന്മാരെ ശാപമുക്തനാക്കുന്നത് അനന്തരാവകാശികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പുണ്യകരമാണ്. സുബാഹുവിൻ്റെ രാജ്യത്ത് താമസിച്ചില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവന്മാർക്ക് ഈ ഭാഗ്യം ലഭിക്കുമായിരുന്നില്ല. പൂർവികന്റെ ആശീർവാദം ലഭിക്കുമായിരുന്നില്ല. അദ്ദേഹം സുബാഹുവിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. സുബാഹു കൈപൂകിക്കൊണ്ട് പറഞ്ഞു, ഞാനാരും? എല്ലാം ഈശ്വരേച്ഛ. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ രാജ്യത്ത് വരുമായിരുന്നു. ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇപ്പോൾ നമ്മുടെ പക്കൽ അനേകം ദിവ്യാസ്ത്രങ്ങളുണ്ട്. ശബരകുലം മുഴുവൻ നമ്മുടെ മിത്രങ്ങളാണ്. യദുകുലചിത്രൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഛത്രഛായയിലാണെന്നാ. പൂർവികന്മാരുടെ ആശീർവാദവും ലഭിച്ചു കഴിയും. ഇനി എന്തിനു താമസിക്കണം? പാഞ്ചാലിയുടെ അഴിഞ്ഞ മുടി എന്നാണ് കെട്ടുക? കർണന്റെ ബലത്തിൽ ദുര്യോധനൻ മതിക്കുന്നു. ദിഗ്വിജയം കഴിഞ്ഞ് കർണൻ മടങ്ങിയെത്തുവാൻ മഹായജ്ഞം ആരംഭിച്ചെന്ന് ഞാൻ കേട്ടത്. നമ്മയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ 13 വർഷം പൂർത്തിയാക്കാതെ നമ്മൾ ഹസ്തിനാപുരത്തിൽ മടങ്ങി ചെല്ലുകയില്ലെന്ന് അവർക്കറിയാം. മഹായജ്ഞത്തിൻ്റെ സമാപനത്തിൽ ദുര്യോധനൻ കർണന്റെ വീരത്വത്തെ അത്യന്തം പ്രശംസിച്ചു. കർണൻ ആവേശഭരിതനായ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തത്രേ, അർജുനനെ വധിക്കുന്നതുവരെ ഞാൻ മദ്യം, മാംസം, മൈഥൂനം മുതലായവ വർജിക്കും. ആരെന്താവശ്യപ്പെട്ടാലും ദാനം ചെയ്യും. അവൻ്റെ ഗർവം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു ജ്യേഷ്ഠ. ഇനി ഹസ്തിനാപുരത്തേക്ക് മടങ്ങുന്നതിൽ ഭയക്കേണ്ട ആവശ്യമില്ല. യുധിഷ്ഠിരൻ ശാന്തചിത്തനായി പറഞ്ഞു, ഞാൻ കർണൻ്റെ പ്രതിജ്ഞ കേട്ടു. അതിൻ്റെ ഗൗരവവും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഭയം കൊണ്ടല്ല, സമയമായിട്ടില്ല. അജ്ഞാതവാസം ഉൾപ്പെടെ 13 വർഷം പൂർത്തിയാക്കിയിട്ട് നമുക്ക് തിരികെ പോകാം. ആദ്യം ശാന്തിയുടെയും വിവേകത്തിൻ്റെയും അഹിംസയുടെയും പാതയിലൂടെ സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കും. കർണൻ്റെ വാക്ക് കേട്ട് ഞാൻ മൃദുപ്രായേ. കർണൻ എന്തിനാണ് അർജുനനോട് ഇത്ര വിദ്വേഷം? അർജുനൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണോ? സ്വയംവരത്തിൽ എന്നെ ജയിച്ചതുകൊണ്ടോ? എൻ്റെ മനോഗതം മനസ്സിലാക്കിയ ഭീമൻ പറഞ്ഞു, കർണന് അർജുനനോടുള്ള രോഷം മുഴുവൻ ദ്രൗപദിയെ ചൊല്ലിയാണ്. അല്ലെങ്കിൽ തന്നെ ബാല്യത്തിലെ അസൂയയുണ്ടായിരുന്നു. ദ്രൗപദിയെ വരിച്ച ശേഷം അസൂയ ഹിംസയായി രൂപാന്തരപ്പെട്ടു. ദ്രൗപദിയെ ലയിച്ച ശേഷം എല്ലാവരും നമ്മുടെ ശത്രുക്കളായി തീർന്നു. ഭീമൻ്റെ അടിസ്ഥാനരഹിതമായ ദോഷാരോപണം കേട്ട് എനിക്ക് കോപം വന്നു. ഞാൻ സ്ത്രീയായത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാൻ സുന്ദരയായത് എൻ്റെ കുറ്റമാണ്. സ്വയംവരത്തിൽ അർജുനൻ ജയിച്ചു, അതെൻ്റെ അപരാധമാണ്. കർണൻ ജയിച്ചില്ല, അതിന് ഞാനാണോ കുറ്റക്കാരി? എല്ലാ കുറ്റങ്ങളും ഈ അവസാനത്തെ ചോദ്യത്തിൽ വന്ന് തട്ടി എൻ്റെ മേൽ അടർന്നു വീണു. ജീവിതകാലം മുഴുവൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കർണൻ്റെ ഭാഗത്തു നിന്നുള്ള അന്യായമല്ലേ? എൻ്റെ ഖിന്നമായ മുഖം കണ്ട് അർജുനൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണൻ, എന്നെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. കർണൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. കർണൻ്റെ മരണത്തിനുള്ള സാഹചര്യം എൻ്റെ പിതാവായ ഇന്ദ്രൻ വളരെ മുൻപ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ദാതാവിൻ്റെ അഹങ്കാരത്തോടെ തൻ്റെ ശരീരവും കാതും കീറി മുറിച്ച് കർണൻ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തു. എന്നിട്ടും അയാളുടെ ഡംബ് അവസാനിച്ചില്ല. നമ്മുടെ ഇപ്പോൾ ഏറെ ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. കർണവധത്തിന് ഒരു പ്രയാസവുമില്ല. അയാളുടെ പക്കൽ ശത്രുഘാതന ഉള്ളതുമൂലം നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകുക സ്വാഭാവികമാണ്. ഞാനും പവിത്രമായ ഈ വനഭൂമിയെ സാക്ഷ്യം നിർത്തി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ശപഥം ചെയ്യുന്നു, കർണനെ വധിക്കുന്നതുവരെ മദ്യവും മാംസവും ഉപേക്ഷിക്കും.
ദ്രൗപദിയിൽ നിന്ന് അകന്നു നിൽക്കും. കർണന് ഉചിതമായ പാഠം പഠിപ്പിച്ച ശേഷമേ ഞാൻ ദ്രൗപദിക്ക് ഭാര്യ എന്ന നിലയിൽ യോഗ്യമായ പദവി നൽകുവാൻ പ്രാപ്തനാകും. ഞാൻ സ്തബ്ധയായി കേട്ടുകൊണ്ട് നിന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്ത്രീ ശക്തിദായിനിയും പ്രേരണാദായിനിയും മംഗളസ്വരൂപിയുമാണ്. എന്നാൽ കർണനായാലും അർജുനായാലും അഭീഷ്ടം പൂർണ്ണമാകുന്നതുവരെ സ്ത്രീയിൽ നിന്ന് അകന്നു കഴിയുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നത് എന്തുകൊണ്ട്? സ്ത്രീയുടെ സഖ്യം പുരുഷന്റെ ശക്തി ഇല്ലാതാക്കുമോ? ഇത് പുരുഷന്റെ സ്വഭാവദാർഢ്യത്തിലുള്ള വിശ്വാസക്കുറവാണ്. സ്ത്രീയുടെ മനോഹരമായ ശക്തിയുള്ള ഭയം. സിദ്ധിമാർഗത്തിൽ നിന്ന് സ്ത്രീയെ അകറ്റി നിർത്തിക്കൊണ്ട് പുരുഷൻ സ്വന്തം ദൗർബല്യമാണോ ധാർഢ്യമാണോ വെളിപ്പെടുത്തുന്നത്? ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠ പുരുഷനായ കൃഷ്ണൻ തൻ്റെ സിദ്ധമാർഗത്തിൽ സ്ത്രീയെ അകറ്റി നിർത്തുന്നതിന് ഒരു ഉദാഹരണം പോലും കാണുകയില്ല. അനേകം യുവതികളുടെ ഹൃദയനാഥനും കാമുക ശിരോണിമണിയായ കൃഷ്ണൻ ആര്യാവർത്തത്തിൽ അനേകം അസാധികാരണങ്ങൾ നിർവഹിച്ച ആളാണ്. ഇത്ര വലിയ പ്രതിജ്ഞ എടുക്കുന്നതിന് മുൻപ് അർജുൻ എന്നോട് ചോദിക്കുക പോലും ചെയ്തില്ല. ഒറ്റയ്ക്കപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കുക തന്നെ ചെയ്തു. അർജുനൻ്റെ വ്യംഗ്യം നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഇത്ര വലിയൊരു ശബ്ദം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു. നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഓരോ വർഷം എന്ന വ്യവസ്ഥ എനിക്കിപ്പോഴും ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി? അന്നു മുതൽ തക്കം കിട്ടിയാൽ ഞാൻ നിങ്ങളിൽ നിന്നകന്ന് നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്വർഗത്തിൽ അപ്സരസുകളുടെ നടുവിൽ 5 വർഷം കഴിഞ്ഞ ശേഷം സ്ത്രീയുടെ രക്തമാംസം നിർമ്മിതമായ ദേഹം എനിക്ക് ആകർഷണ വസ്തു അല്ലാതെയായി. അതുകൊണ്ട് എൻ്റെ ശബ്ദം നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്തുമെങ്കിലും ഹൃദയത്തിൽ നിന്ന് എന്നെ അകറ്റുകയില്ല. നിങ്ങളും എനിക്ക് വേണ്ടി അനേകം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്നറിയാം. എൻ്റെ അസാന്നിധ്യത്തിൽ ഭോഗവിലാസനങ്ങളിൽ നിന്നകന്ന് സന്യാസിനിയെപ്പോലെ ജീവിച്ച ശരീരം ക്ഷീണിപ്പിച്ചു. നിങ്ങളുടെ 4 ഭർത്താക്കന്മാർ കൂടെയുള്ളപ്പോൾ ഇത്രയും ക്ലേശം എന്തിന്? കൃഷ്ണേ, ഇന്നു മുതൽ നിങ്ങൾ അവരോട് കൂടുതൽ താല്പര്യം കാണിക്കണം. ഇക്കാര്യം ശാന്തിക്കും സ്ഥിരതയ്ക്കും സഹായകരമാവും. കൗരവന്മാരുടെ അന്യായം മൂലം ആര്യാവർത്തം ആപത്തിലാകപ്പെട്ടിരിക്കുന്നു. മഹായുദ്ധം മുൻപിൽ കാത്തു നിൽക്കുന്നു. 3 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ധർമ്മയുദ്ധത്തിൽ ജയിക്കുന്നതിന് മാനസിക സ്ഥിരത അത്യാവശ്യമാണ്. അതിനാൽ നല്ലവണ്ണം ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർമ്മവും കർത്തവ്യവും ധർമ്മരക്ഷയുമല്ലാതെ മറ്റെന്താണ് ചെയ്യുവാനുള്ളത്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കെൻ്റെ ഭർത്താവിനെ തെറ്റിദ്ധരിക്കുവാൻ കഴിയുകയുമില്ല. അർജുനനെ പോലെ ആത്മാഭിമാനിയും ആത്മസംയമനയുമായ പുരുഷൻ കൃഷ്ണൻ കഴിഞ്ഞാൽ വേറെ ആരുമില്ല. അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഗർവിന് നേർക്ക് ഇത്ര കാലത്തിന് ശേഷം ഇത്ര ശക്തിയായി തിരിച്ചടിക്കുവാൻ കഴിയുമായിരുന്നു. കാമികവന് ഞങ്ങളെ കാത്തു നിന്നു. ജംബു, കുംഭു, കിർമീകൻ, കിരാതൻ, വിരാതൻ മുതലായ ശബരബന്ധുക്കൾ ഔത്സല്യത്തോടെ കാത്തുനിന്നു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ദ്വിതീയ പട്ടമഹിഷിയായ സത്യഭാമയോടൊപ്പം ഞങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചെത്തി. അർജുനൻ സ്വർഗത്തിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ നേടി തിരിച്ചെത്തിയതിൽ ശ്രീകൃഷ്ണൻ ആഹ്ലാദം പൂണ്ടു. അർജുനനോട് സ്വർഗത്തിലെ കാര്യങ്ങൾ ആരാഞ്ഞു. അർജുനൻ സ്വർഗത്തിലെ ആമോദരകങ്ങളായ സംഭവങ്ങൾ വിവരിച്ച് സഖാവിനെ സന്തോഷിപ്പിച്ചു. കൃഷ്ണനെ കണ്ടിട്ട് ഞാൻ പരിഭവം പറഞ്ഞു. ഇത്രയും നാളുകൾക്ക് ശേഷം അങ്ങേക്ക് ഇതുവഴി വരുവാൻ തോന്നിയില്ല. അർജുനൻ സ്വർഗത്ത് പോയ കാലം ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചില്ല. ഇന്ന് അദ്ദേഹം മടങ്ങി വന്നപ്പോഴാണ് അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മ വന്നത്. കൃഷ്ണൻ ആശ്ചര്യത്തോടെ പറഞ്ഞു: നോക്കൂ സഖി, സ്ത്രീകളുടെ മനസ്സ് എത്ര കൃതജ്ഞനവും നിർദ്ധയവുമാണ്. നിങ്ങൾ സ്വർഗത്തായിരുന്ന കാലം മുഴുവൻ ഞാൻ ദ്വാരകയിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബന്ധുപത്നിയുടെ അംഗരക്ഷകനായ വനത്തിലെ ദുർഗാക പർദ്ധങ്ങളിൽ നിറയെ നടന്നു. 5 വർഷക്കാലം ദ്വാരകയിൽ പാർക്കുന്ന എൻ്റെ ഭാര്യമാരുടെ മുഖം പോലും കണ്ടില്ല. അതിന് നന്ദി പറയുന്നില്ല, പകരം കുറ്റമാരോപിക്കുകയും ചെയ്യുന്നു. സഖാവിൻ്റെ കള്ളത്തരത്തിന് വേറെ ഉദാഹരണം വേണോ? കൃഷ്ണൻ കോമളസ്വരത്തിൽ പറഞ്ഞു: സഖി, സത്യം പറയും. നിത്യവും കണ്ണടച്ച് അർജുനനെ സ്വപ്നം കാണുകയല്ലായിരുന്നു. ഉണർന്നിരിക്കുമ്പോൾ പലപ്പോഴും അർജുനൻ്റെ നിഴൽ സരസിനും അരണ്യവൃക്ഷത്തിലിരിക്കുമ്പോൾ പലപ്പോഴും അർജുനൻ്റെ നിഴൽ കാണില്ലേ? എന്തിനേറെ, സ്വന്തം നഖത്തിൻ്റെ ദർപ്പണത്തിൽ അർജുനൻ്റെ പ്രതിജ്ഞ കണ്ടിട്ടില്ലേ? മഴ പെയ്യുമ്പോൾ വിരഹാഗ്നി ശമിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ കാട്ടുപാതയിലൂടെ നനഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അർജുനൻ്റെ നിഴൽ ഒപ്പം നീങ്ങുന്നത് കണ്ടില്ലേ? നിങ്ങൾ ഭീമനെ വിളിച്ച് ആ നിഴൽ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് അദർശ്യമായില്ലേ? പിന്നീട് ഇതെല്ലാം സ്വന്തം മനസ്സിൻ്റെ തോന്നലാണെന്ന് കരുതി മിണ്ടാതിരുന്നില്ലേ? പറയ്, ഇതെല്ലാം കള്ളമാണോ? അത്ഭുത പരതന്ത്രയായി ഞാൻ ചോദിച്ചു. സഖി, ഇതെല്ലാം ആര് പറഞ്ഞു? എനിക്കല്ലാതെ മറ്റാർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. ഓരോ നിമിഷവും ഞാൻ അർജുനനെ എൻ്റെ കൂടെ കാണും. അടുത്ത നിമിഷം അത് വെറും തോന്നലാണെന്ന് കരുതും. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങിതെങ്ങനെ അറിഞ്ഞു? കൃഷ്ണൻ അല്പം വിഷാദത്തോടെ സംസാരിച്ചു. ദേഹം സഹിച്ച ദുഃഖം മറ്റാരെങ്കിലും പറഞ്ഞു തരണോ? ചങ്ങാതി, സ്വർഗത്തിലെ അപ്സരസുകളുടെ നൃത്തത്തിൽ മുഴുകി അർജുനൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ നടന്നു. നിങ്ങൾ ഒരിക്കൽ പോലും അർജുനനെ അല്ലാതെ എന്നെ സങ്കല്പിച്ചില്ല. അർജുനൻ്റെ രൂപത്തിൽ ഞാൻ വനത്തിൽ ചുറ്റിക്കറങ്ങുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുവാൻ സാധിച്ചില്ല. ഞാനും അർജുനനും അഭിന്നനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. അല്പം കഴിഞ്ഞ് ചോദിച്ചു, ഇത് സത്യമോ മായയെ? അനുനിമിഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിഴൽ സാക്ഷാൽ കൃഷ്ണനായിരുന്നു. അർജുനൻ മടങ്ങിവെന്നും
കാട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് എന്നെ അനുഗമിക്കുന്നുണ്ടെന്നും ഒരു ദിവസം ഞാൻ തീർച്ചയാക്കി. വിവരം പറഞ്ഞപ്പോൾ ഭീമനും മറ്റുള്ളവരും എന്നെ കളിയാക്കി. ഉണർന്നതുകൊണ്ട് അർജുനനെ സ്വപ്നം കാണുകയാണെന്ന് പറഞ്ഞ് പരിഹസിപ്പിച്ചു. എനിക്കല്ലാതെ മറ്റാർക്കും അർജുനന്റെ നിഴൽ കാണുവാനും കഴിഞ്ഞില്ല. എൻ്റെ വിസ്മയം കണ്ട് സത്യഭാമ പറഞ്ഞു, കൃഷ്ണേ, നിങ്ങൾ അഗ്നിയെ പോലെ സംസാരിക്കുന്നു. നിങ്ങളുടെ സഖാവ് ഞങ്ങളോട് ഉപേക്ഷിച്ചിട്ട് ബന്ധുപത്നിയുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി 5 കൊല്ലം ബദരികാശ്രമത്തിൽ കഴിച്ചുകൂട്ടി. ഞങ്ങളുടെ അർജുന വിരഹത്തിന്റെ രോഗം ശമിപ്പിക്കുവാൻ അദ്ദേഹം പോയതുമൂലം ഞങ്ങൾ 5 വർഷം കൃഷ്ണവിരഹത്തിന്റെ തീയിലെരി. ഞാൻ രതിയോടെ പറഞ്ഞു, കൃഷ്ണൻ ബദരികാശ്രമത്തിൽ ഉണ്ടായിരുന്നുവിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞുമില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അർജുനൻ മൂലമുണ്ടായ വിരഹദുഃഖം ശമിക്കുമായിരുന്നു. കൃഷ്ണൻ വിഷാദത്തോടെ പറഞ്ഞു, പറയുവാൻ പലതവണ ശ്രമിച്ചു. ഓരോ തവണയും എന്നെ അർജുനൻ എന്ന് ധരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. ഒടുവിലൊരു കത്തെഴുതി കുബേരന്റെ സരസിലെ സുഗന്ധപുഷ്പം പറിച്ച് അതിൻ്റെ ഉദളിൽ വെച്ച് നിങ്ങളുടെ അടുത്തെത്തിച്ചു. എന്നാൽ അത് ആ പൂ കണ്ട മാത്രയിൽ അർജുനു വേണ്ടി മാല കോർക്കുന്ന കാര്യം ആലോചിച്ചു. എന്നിട്ട് 100 പൂക്കൾ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ വളരെ കഷ്ടപ്പെട്ടെഴുതിയ കത്ത് വായിക്കപ്പെടാതെ പോയി. സത്യഭാമ പതുക്കെ ചോദിച്ചു, അങ്ങ് കൃഷ്ണയ്ക്ക് പ്രേമലേഖനം എഴുതിയോ? കൂട്ടുകാരനെ സ്വർഗരാജ്യത്ത് പറഞ്ഞയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതുന്നത് ഉചിതമാണോ? കൃഷ്ണന് സങ്കോചം തോന്നി. സത്യ, തെറ്റിദ്ധരിക്കരുത്, അത് വെറും സൗഹൃദ ലേഖനമായിരുന്നു. സത്യഭാമ മുഖം വീർപ്പിച്ചു. അങ്ങയുടെ സൗഹൃദ ലേഖനം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം. ഭൂമിയിലെ ആദ്യത്തെ പ്രേമലേഖനത്തിൻ്റെ കൈമാറ്റം അങ്ങും രുക്മിണിയും തമ്മിലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പ്രേമലേഖനം എഴുത്തുകാരിൽ ഒന്നാമൻ അങ്ങായിരിക്കും. സാധാരണ കത്തായിരുന്നുവെങ്കിൽ താമരയിൽ വെച്ച് അയച്ചതെന്തിന്? ഈ സംഭാഷണം കേട്ടുകൊണ്ടു നിന്ന ഞാൻ ലജ്ജാവിവശയാണ്. കുട്ടികളെ പോലെ സത്യഭാമിക്ക് സംശയവും പരിഭവവും. അവർക്കിതുവരെ ഭർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലേ? സംശയമുണ്ടെങ്കിൽ തന്നെ ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് ഭർത്താവിൻ്റെ കാര്യം പരസ്യമായി പറഞ്ഞത് ഉചിതമായോ? കൃഷ്ണൻ കൈകൂപ്പി അഭിനയിക്കുന്ന ഭാവത്തിൽ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ക്ഷമിക്കൂ. എഴുത്തിൽ എന്തിരുന്നെങ്കിലും കൃഷ്ണ അത് വായിക്കാതെ കളഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഇത്രയേറെ ചർച്ച എന്തിന്? ഞാൻ പ്രേമിക്കുവാൻ യോഗ്യനല്ലെന്ന് കൃഷ്ണ തന്നെ തെളിയിച്ചു കഴിയും. ദമ്പതിമാരുടെ ഈ വിനോദ പ്രകടനം അർജുനൻ മൗനമായി കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, അങ്ങയച്ച കത്ത് ലക്ഷ്യസ്ഥാനത്തെത്തി. കൃഷ്ണ ഇപ്പോഴും തൻ്റെ പ്രിയവസ്തുക്കളുടെ കൂട്ടത്തിൽ ആ സുഗന്ധപുഷ്പം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ കാണിച്ചു തന്നു. ആ പൂവ് മണപ്പിച്ചുകൊണ്ട് കൃഷ്ണ പറ, ഈ ഇതളുകൾക്ക് കൃഷ്ണന്റെ ഗന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങയുടെ കത്ത് ഇപ്പോഴും ആ ഇതളുകൾക്കിടയിലുണ്ടെങ്കിൽ വായിച്ചു നോക്കാമല്ലോ. കൃഷ്ണൻ അർജുനന്റെ ചെവിയിൽ പറഞ്ഞു, ഒരപേക്ഷയുണ്ട്. ഭീമൻ ആ കത്ത് വായിക്കുവാൻ ഇടയാകരുത്. അയാൾക്ക് ആ കത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ കഴിവില്ലെന്ന് എനിക്കറിയാം. അർത്ഥം അനർത്ഥമായ ഒറ്റയടിക്ക് എന്നെ തവിടുപിടിയാക്കും. ഭീമൻ ആ സമയത്ത് അല്പം മാറിയിരുന്നു സത്യഭാമ കൊണ്ടുവന്ന സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ കഴിക്കുകയായിരുന്നു. നകുല സഹദേവന്മാർ ചുമടെടുത്തു കൊണ്ടുവന്ന യാദവന്മാരോട് സംസാരിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ മുനിമാരുമായി ശാസ്ത്ര ചർച്ച നടത്തുകയായിരുന്നു. അർജുനൻ ചിരിച്ചു. ഇതെനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ പ്രാണസഖാവിൻ്റെ പ്രാണപ്രിയയ്ക്ക് എൻ്റെ സാന്നിധ്യത്തിൽ കത്തെഴുതിയത് ആരോട് പറയും? എനിക്കല്ലേ അതിൻ്റെ നാണക്കേട്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. സഖി, താമര സൂക്ഷിച്ചു വെച്ചതും അതിൽ എൻ്റെ സ്പർശനഗന്ധം തിരിച്ചറിഞ്ഞതും ഭാഗ്യമായി. ഇതെനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ പ്രേമലേഖനം രുക്മിണി പോലും സൂക്ഷിച്ചു വെച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖേദകരം തന്നെ. സത്യഭാമ ഇടയ്ക്ക് കയറി പറഞ്ഞു, അങ്ങ് കൃഷ്ണയ്ക്ക് പ്രേമലേഖനം എഴുതിയെന്ന് സമ്മതിക്കുന്നു എന്നല്ലേ ഇതിനർത്ഥം? അർജുനൻ ചിരിച്ചുകൊണ്ട് പറയാം, അങ്ങയുടെ പ്രേമലേഖനമാണ് വനത്തിലെ ഇലകളും പൂക്കളിലും നദിയിലും അരുവിയിലും പക്ഷികളിലും എല്ലാം ഉള്ളത്. പ്രേമത്തിൻ്റെ പ്രവാഹം സൃഷ്ടിച്ചതും അതുതന്നെ. സഖാവ് പ്രേമലേഖനം എഴുതിയില്ലായിരുന്നുവെങ്കിൽ സ്വർണ്ണ പദ്മത്തിന് വേണ്ടി ഇത്ര വലിയൊരു പെല്ലാപ്പുണ്ടാകുകയായിരുന്നില്ല. അതിനാൽ സഖാവിൻ്റെ പ്രേമസംബന്ധമായ ഈ അപരാധം ക്ഷന്ത്യവമാണ്. ബൃഹത്തരമായ സ്വാർത്ഥത്തിനു വേണ്ടി ലഘുമായ സ്വാർത്ഥം ബലികൊടുക്കുകയാണ് സഖാവിൻ്റെ ജീവിത ദർശനം. അർജുനന്റെ അകളങ്കമായ ഹൃദയത്തിൻ്റെ ആനന്ദവും നിർമ്മലമായ ഹാസവും എനിക്ക് ആമോദമേ. 2 ചങ്ങാതിമാരും തമ്മിലുള്ള ധാരണയും സ്നേഹവായ്പും അതുല്യം തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ സത്യമായാലും വിനോദമായാലും സ്നേഹിതൻ ഭാര്യയ്ക്ക് പ്രേമലേഖനം അയച്ച കാര്യം ഇത്ര ലാഘവ ബുദ്ധിയോടെ അർജുനൻ കാണുവാൻ കഴിയുമായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഉല്ലാസത്തോടും വിറയലോടും ആ സുഗന്ധ പത്മത്തിൻ്റെ ഇതളുകൾ വിടർത്തി. ശരിയാണ്, താമര ഇതട്ടുള്ളി സഖാവിൻ്റെ മായാത്ത കൈയക്ഷരം ഓരോരോ ഇതളുകളുമായി ഞാൻ വായിച്ചു. പ്രിയ സഖി, നിങ്ങൾക്ക് ഞാൻ ഓങ്കാരമാണ്, ആത്മാവിനെ സ്പർശിക്കുന്നത് ഊർധാഭൂമിയായിട്ടാണ്. അനന്ത നീലമയിൽ ലയിച്ചു ചേരുന്നത്, വിശ്വബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചേരുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കിടയിൽ എൻ്റെയും നിങ്ങളുടെയും ബന്ധം ആവിച്ഛേദ്യവും അലംഘ്യതയുമാണ്. ഈ താമരയെ നോക്കൂ, സൂര്യൻ ആകാശത്താണ്, പക്ഷെ താമര ഏകാഗ്രമായ പ്രതീക്ഷയോടെ നിൽക്കുന്നു. അത് സൂര്യനെ ജലത്തിൽ കണ്ടെത്തും. സൂര്യൻ്റെ പ്രതിബിംബമാണ്, പക്ഷെ ആ പ്രതിബിംബത്തിൽ താമര ഇതളുകൾ കുഴിഞ്ഞു വീഴും. അതിൻ്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥകത അതുമാത്രമാണ്. ഞാനുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിബിംബിക്കുന്നു.
എൻ്റെ പ്രതിബിംബം ഞാനാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് എന്നെ ലഭിക്കുകയില്ല. എന്നെ നേടുന്നവരിൽ ഞാൻ പ്രതിബിംബിക്കുന്നു. സഖി, ഏതാണോ നിങ്ങളുടെ പ്രഭാതമന്ത്രം അതുതന്നെയാണ് സന്ധ്യാസമയത്തെ ദീപാരാധനയിൽ മുഴങ്ങിക്കേട്ടത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഭയമെന്തിന്? നിങ്ങളുടെ ജീവനായ സഖാവ്. കത്ത് വായിച്ചുകൊണ്ടിരിക്കെ ഞാൻ താമരപ്പൂവായി മാറും. സൂര്യൻ്റെ പ്രതിബിംബത്തിൽ ഇതളുകൾ കുഴിച്ച് കൃഷ്ണപ്രേമത്തിൻ്റെ വിശാലതയിൽ എന്നെ തന്നെ അർപ്പിച്ചു. കൈതപ്പൂവിതളിൽ അധരം കൊണ്ട് നിറം പിടിപ്പിച്ച് മറുപടി എഴുത്. ഹൃദയേശ്വര, സഖേ, അങ്ങയ്ക്ക് ഞാൻ ഉദ്യാനമാണ്. നിറയെ പൂക്കൾ വിടരുന്ന ഉദ്യാനം. എന്തിനു വേണ്ടി വിടരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിടരുന്ന പൂക്കൾ കൊഴിയുന്നു. എന്തിനു വേണ്ടി? അതും അറിഞ്ഞുകൂടാ. ആർക്കു വേണ്ടിയാണോ വിടരുന്നത് അയാൾക്ക് വേണ്ടിയാണ് കൊഴിയുന്നത് എന്ന് മാത്രം അറിയാം. അതിനാൽ വിടർന്ന പൂവിൻ്റെ സാർത്ഥകതയും കൊഴിഞ്ഞ പൂവിൻ്റെ വ്യതയും ഒരാൾക്ക് തന്നെ സമർപ്പിക്കും. ആ ഒരാൾ അങ്ങാണ്. അങ്ങയിൽ ഞാൻ അന്വേഷിക്കുന്നുവോ അയാൾ അങ്ങയിൽ ഭിന്നനല്ല. അങ്ങൻ്റെ കൃഷ്ണനാണ്, എൻ്റെ അനുജനാണ്. അങ്ങ് ജന്മകേനാണ്. ആശയ്ക്കും പ്രത്യാശയ്ക്കും എല്ലാം ഉപരിയാണ്. അങ്ങൻ്റെ സഖാവാണ്. അങ്ങൻ്റേതായാലും അല്ലെങ്കിലും ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടേത്. കൈതപ്പൂവിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് കാറ്റിനൊപ്പം പറന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ചെന്നു വീണു. അദ്ദേഹം കത്തെടുത്ത് വായിച്ച് ചിരിവിതറി. ഞാൻ ലജ്ജ കൊണ്ട് ചുവന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ കണ്ണു നട്ടുകൊണ്ട് ഞാൻ ചകതിയായി നിൽക്കുമ്പോൾ മനസ്സിലായി, കത്ത് വായിക്കുന്നത് അർജുനനാണ്. അർജുനൻ്റെ പിന്നിൽ സഖാവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. അർജുനൻ വായന പൂർത്തിയാക്കുന്നതിന് മുൻപ് കൃഷ്ണനെല്ലാം മനസ്സിലാക്കി പറഞ്ഞു. സഖേ, അന്യൻ്റെ കത്ത് വായിക്കുന്നത് അന്യായമാണ്. ഇത് കൃഷ്ണൻ എനിക്കെഴുതിയ കത്താണ്. പക്ഷെ അത് വന്നു വീണത് എൻ്റെ കാലിലാണ്, അർജുനൻ പറഞ്ഞു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ കത്ത് നിങ്ങൾക്കുള്ളതാണ്. അതിലെ ഭാവവും ഭാഷയും എനിക്കുള്ളതും. കത്ത് വായിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഹൃദയസ്ഥമായി. എങ്ങനെ? അർജുനൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് നാം തമ്മിലുള്ള അന്തരം. നിങ്ങൾ എന്തിനെയാണോ സ്ഥൂല രൂപത്തിൽ കൈക്കൊള്ളുന്നത്, ഞാനതിനെ സൂക്ഷ്മരൂപത്തിൽ ഉൾക്കൊള്ളും. ദ്രൗപദി നിങ്ങളുടേതാ, അവളുടെ ദേഹാധീസതന എൻ്റേതാണ്. ആ ഉടമ്പടി നാം തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയതാ. ഇന്ന് അതിന്മേൽ തർക്കം എന്തിന്? അർജുനൻ കൈകൂപ്പി. മനുഷ്യനെല്ലാം അറിഞ്ഞിട്ടും അജ്ഞനെ പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് മായ. പാണ്ഡവന്മാർ കൃഷ്ണൻ്റേതാണെന്നും ഈ ലോകം കൃഷ്ണൻ്റേതാണെന്നും എനിക്കറിയാം. കൃഷ്ണനും കൃഷ്ണയും എല്ലാം തന്നെ കൃഷ്ണൻ്റേതാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ മായാദിക്ക് അനിതമായി കൃഷ്ണയുടെ കാര്യത്തിൽ കൃഷ്ണനോട് അസൂയ തോന്നാറുണ്ട്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വൃത്തഭംഗത്തിലാണ് ജീവിതത്തിൻ്റെ മാധുര്യം. ദാമ്പത്യ ജീവിതത്തിൽ പരിഭവവും പിണക്കവും പോലെ തന്നെ അസൂയയും തേനറ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തേനറ സൃഷ്ടിക്കുകയല്ലാതെ മറ്റൊരു ദേശവും എനിക്കില്ല. സഖേ, എന്നെ വിശ്വസിക്കുക. കൃഷ്ണയ്ക്കും നിങ്ങൾക്കുമിടയിൽ ഞാനൊരു തേനറ മാത്രം. അർജുനനും കൃഷ്ണനും എൻ്റെ കണ്ണുകളിൽ അഭിന്നരായി കാണപ്പെട്ടു. ഞാൻ വിഹുലയായി നർമ്മമേശം നോക്കി. ബലപുഷ്പങ്ങൾ നിറഞ്ഞ കാമിക വനത്തിന് അതിൻ്റെതായ ഒരു വശ്യതയുണ്ട്. ദ്വാരകാധീശനായ ശ്രീകൃഷ്ണന്റെ രണ്ടാമത്തെ പട്ടമഹിഷി സത്യഭാമ പ്രകൃതി സുന്ദരമായ കാമിക വനത്തിലെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ താമസിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് മതിയായില്ല. ഞങ്ങൾ രണ്ടുപേരും സഖിമാരെ പോലെ കളിച്ചും തിരിച്ചും സുഖദുഃഖങ്ങൾ പങ്കുവെച്ചും മനസ്സ് തുറന്ന് സംസാരിച്ചും പരസ്പരം കളിയാക്കിയും കഴിഞ്ഞുകൂടി. ഹരിത, സുഭദ്ര, മായ, നിതുംബിനി എന്നിവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ അവസരം കിട്ടിയിട്ട് നാളേറെയായി. അതുകൊണ്ട് സത്യഭാമയെ അടുത്ത് കിട്ടിയപ്പോൾ നല്ലതുപോലെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരാഴ്ചക്കാലം കൊണ്ട് 5 ഭർത്താക്കന്മാരുമായുള്ള എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുര പ്രഭാവം കണ്ട് അവർ അത്ഭുതാധീനിയായി. മാത്രവുമല്ല, അനേക സ്ത്രീകളുടെ അഭീഷ്ടപുരുഷനായ ശ്രീകൃഷ്ണന് എന്നോടുള്ള ആകർഷണവും അനുരാഗവും അവരെ വിസ്മയിപ്പിച്ചു. തൻമൂലം എന്നോട് ലേശം അസൂയയും തോന്നാതിരുന്നില്ല. ഒരേ സമയം 5 പേരുടെ പ്രേമവാചനമായി കഴിയുകയും സ്വയം സന്തോഷം അനുഭവിക്കുകയും എല്ലാവർക്കും സന്തോഷം പകരുകയും ചെയ്യുന്ന എന്നെക്കുറിച്ച് അവർക്ക് ആശ്ചര്യം വർദ്ധിച്ചു. കൃഷ്ണനോടുള്ള എൻ്റെ നിർവിഘ്നമായ ഇടപെടലുകളും സ്നേഹാചരണങ്ങളും എൻ്റെ ഭർത്താക്കന്മാരിൽ എത്ര ഹൃദയവിശാലതയും അംഗീകരിക്കുന്നു എന്ന വസ്തുതയും അവർ ശ്രദ്ധിച്ചു. ഭീമനെ പോലെ ഭയങ്കരനും അസംതൃപ്തനുമായ ഒരു പുരുഷനെ ഞാൻ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നുവെന്ന് അവർ അത്ഭുതം കൂടി. ഈ 7 ദിവസവും സത്യഭാമയും ശ്രീകൃഷ്ണനുമായി തർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണയും കൃഷ്ണൻ എന്നെ മധ്യസ്ഥതയ്ക്ക് വിളിച്ചു. എന്നാൽ ഞാനും എൻ്റെ 5 ഭർത്താക്കന്മാരുമായി തർക്കം പോയിട്ട് പിണക്കം പോലും ഉണ്ടായതിൻ്റെ സൂചനയൊന്നും സത്യഭാമയ്ക്ക് ലഭിച്ചില്ലേ. കുടുംബത്തിലെ എല്ലാ ചർച്ചകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും വേണ്ടി വന്നാൽ ഭർത്താക്കന്മാരുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്യുമായിരുന്നു. യുധിഷ്ഠിരനോട് പോലും എതിർത്ത് സംസാരിക്കുമായിരുന്നു. ഭീമൻ തർക്കിക്കുമ്പോൾ അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രംഗദ്വേഷമോ മനോവിഷമമോ അവർക്ക് കണ്ടെത്തുവാനായില്ല. നേരെ മറിച്ച് ഭർത്താക്കന്മാർ എല്ലാ കാര്യങ്ങളിലും എൻ്റെ അഭിപ്രായം ആരായുമായിരുന്നു. എന്നോട് ആലോചിക്കാതെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവും എടുക്കുമായിരുന്നുമില്ല. ഇതെല്ലാം കണ്ട് സത്യഭാമ ആശ്ചര്യപ്പെട്ടു. സത്യഭാമ എൻ്റെ കൂടെ നിഴൽ പോലെ നടന്ന് എൻ്റെ പ്രവൃത്തികളിൽ നിരീക്ഷിക്കുമായിരുന്നു. എൻ്റെ വിജയകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ്? കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ലഭിക്കുന്ന ഉചിതമായ അംഗീകാരത്തിൻ്റെ ഉറവിടം അവർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല.
ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് എൻ്റെ ഭർത്താക്കന്മാർ കൃഷ്ണനോടൊപ്പം കാമികവനത്തിലെ ശബര ഗ്രാമത്തിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ ഏതോ ഉത്സവമായിരുന്നു. സത്യഭാമ എന്നോട് താല്പര്യപൂർവ്വം ചോദിച്ചു, കൃഷ്ണയെ സഹോദരി, നിങ്ങൾ 5 ഭർത്താക്കന്മാരെ എങ്ങനെ സന്തുഷ്ടരാക്കി നിർത്തുന്നു? നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരുവാൻ തയ്യാറായവർ നിൽക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എങ്ങും ലേശം പോലും അശാന്തിയോ അസംതൃപ്തിയോ കാണുന്നില്ല. ദ്വാരകയിൽ ഞങ്ങൾ 8 പട്ട മഹർഷിമാരും അനേകം ഉപപത്നിമാരും ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രേമവശാപത്തിൽ ബന്ധിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല. എപ്പോൾ എങ്ങോട്ട് പോകുമെന്നോ എന്ത് ചെയ്യുമെന്നോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ സ്നേഹം അവഗണിച്ചുകൊണ്ട് എപ്പോൾ ആരുടെ സ്നേഹത്തിൽ ബന്ധിക്കപ്പെടുന്നെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 5 വർഷം നിങ്ങളുടെ വിവരം അന്വേഷിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റിത്തിരിഞ്ഞു. സഖി, നിങ്ങൾ 5 പേരെയും വശീകരിക്കുവാൻ മന്ത്രമോ മന്ത്രവാദമോ മരുന്നോ എന്തെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? ഞാൻ പറ സത്യ, ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. അജ്ഞരും ചിന്താശക്തിയും ഇല്ലാത്തവരുമായ സ്ത്രീകൾ ഭർത്താവിനെ വശീകരിക്കുവാൻ മരുന്നും മന്ത്രവും ആശ്രയിക്കാറുണ്ട്. ഇതുമൂലം ഭർത്താവിന് അവരോടുള്ള കൂറും വിശ്വാസവും ഇല്ലാതെയാകും. പലപ്പോഴും ഭർത്താവിനെ പലതരം ഭയങ്കര രോഗങ്ങൾ വീഴ്ത്തുകയും കാലക്രമേണ ഭർത്താവ് നഷ്ടപ്പെടുകയും ചെയ്യും. സഖി, നിങ്ങൾ കൃഷ്ണന്റെ പ്രാണപ്രിയയായ ഭാര്യയാണ്. ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇതുപോലെയുള്ള വിഡ്ഢിത്തം ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താൽ ഭർത്താവ് നിങ്ങളെ കിടക്കയിൽ വീണ കാവസർപ്പമായി കരുതി വെറുക്കും. പിന്നെ എന്തുപായം പ്രയോഗിച്ചാണ് ഇവയെല്ലാം ബന്ധിച്ചു വെച്ചിരിക്കുന്നത്? സത്യഭാമ ഔത്സല്യത്തോട് ചോദിച്ചു. ശുദ്ധ മനസ്കയായ സത്യഭാമയോട് ഞാൻ ഭർത്താക്കന്മാരോടുമായുള്ള സ്നേഹത്തിന്റെ രഹസ്യം പറഞ്ഞു. സത്യെ, സാധിക്കുമെങ്കിൽ സ്വന്തം ജീവിതത്തിലും ഇത് പ്രയോഗിച്ചു നോക്കും. ഞാൻ ഉള്ളിലെ അഹങ്കാരം വെടിഞ്ഞെൻ്റെ സ്ത്രീത്വം പൂജാപുഷ്പം പോലെ നിഷ്പ്രഭ ജലത്താൽ സുരഭിലമാക്കി ഭർത്താക്കന്മാർക്ക് അർപ്പിക്കുന്നു. ഒരു സാഹചര്യത്തിലെ മനസ്സ് അസൂയാകുരുഷമാകാതിരിക്കുവാൻ ശ്രമിക്കുന്നു. ഭർത്താവിൻ്റെ ആശയങ്ങൾക്ക് മുൻപ് ഞാനൊരിക്കലും ഭക്ഷണം കഴിക്കുകയോ ക്ഷയിക്കുകയോ ചെയ്യില്ല. അദ്ദേഹത്തിന് ഉണരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണരും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കാറില്ല. ഭർത്താവ് ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടവും ആഹാരവും ചെലവും ഞാൻ തന്നെ തയ്യാറാക്കും. ദാസന്മാരും ദാസിമാരും ഉണ്ടെങ്കിൽ പോലും ഞാൻ ദ്രനൃത്യങ്ങൾ മേൽനോട്ടം വഹിക്കും. ഭർത്താവിന് പ്രിയപ്പെട്ട ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്യുകയും അടുത്തു നിന്ന് വിളമ്പിക്കൊടുക്കുകയും ചെയ്യും. സ്വന്തം ദുഃഖങ്ങളുടെയും ദുർവിചാരങ്ങളുടെയും ഭാരം അദ്ദേഹത്തിന് തലയിൽ കയറ്റി വയ്ക്കാറില്ല. എന്നാൽ ഭർത്താവിൻ്റെ വിഷമങ്ങളിൽ പങ്കാളിയായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. കുളി, വേഷവിന്യാസം, അണിഞ്ഞൊരുങ്ങൽ മുതലായവയ്ക്ക് അതിന് സമയം ചെലവാക്കുകയില്ല. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാനും ഇഷ്ടപ്പെടുകയില്ല. വൃഥാ വാഗ്വാദത്തിന് ഒരിക്കലും ഒരുമ്പിടാറില്ല. കാര്യമില്ലാതെ ചിരിച്ച് കുളിയാറുമില്ല. ഉടുപ്പിലും നടപ്പിലും പെരുമാറ്റത്തിലും ആഹാരത്തിലും വിശ്രമത്തിലുമെല്ലാം സംയമം പാലിക്കുന്നു. ഞാനൊരിക്കലും ഭർത്താവിനെ സംശയിക്കുകയില്ല. അനാവശ്യമായ പരാതികൾ പറയാറുമില്ല. ഒരു കാര്യവും അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കാറുമില്ല. ഒരു സംഗതി വിശേഷിച്ച് പറയാനുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അമ്മയോ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറയുകയില്ല. സ്വന്തം കുടുംബത്തിലെ പ്രതാപവും സുഖഭോഗങ്ങളും വലിപ്പവും ഭർത്താവിൻ്റെ മുൻപിൽ വർണ്ണിക്കുകയില്ല. അതുപോലെ തന്നെ അന്യപുരുഷന്മാരുടെ സമ്പത്ത് ഐശ്വര്യവുമായി താരതമ്യം ചെയ്ത് സ്വന്തം പിരിയെ പഴിക്കാറില്ല. മറ്റ് സ്ത്രീകൾ എന്നേക്കാൾ കൂടുതൽ ഭാഗ്യശാലികളാണെന്ന് ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് പറയുകയില്ല. മനസ്സിലുദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഭർത്താവിൻ്റെ മുൻപിൽ പ്രകടിപ്പിക്കാറില്ല. ഏകാന്തതയിൽ പരപുരുഷനോടൊത്ത് സമയം ചിലവഴിക്കാറില്ല. ദുഃഖ സ്വഭാവക്കാരായ സ്ത്രീകളുടെയും സമ്പർക്കം ഒഴിവാക്കും. ഭർത്താവിൻ്റെ മുമ്പിൽ തേജസ്സും സൗന്ദര്യവും യൗവനവും നിലനിർത്തുവാൻ ശ്രമിക്കുന്നു. ഭർത്താവ് കാരണമാണ് നമ്മൾ സന്താനവതികളും സൗഭാഗ്യവതികളും ഗ്രഹങ്ങളും സുഖമായി ജീവിക്കുന്നത്. സൗഖ്യവും സുരക്ഷയും സാമൂഹികമായ അംഗീകാരവും മാതൃത്വവും പ്രദാനം ചെയ്യുന്നത് ഭർത്താവാണ്. അതിനാൽ നാം അദ്ദേഹത്തിന് പ്രേമം പ്രദാനം ചെയ്തു. ഞാൻ എന്തിനാണ് ഭർത്താക്കന്മാരോടൊപ്പം വനവാസ സുഖം അനുഭവിക്കുന്നത്? അവരുടെ സുഖം മാത്രമല്ല, ദുഃഖവും നാം പങ്കുവെക്കേണ്ടതാണ്. ദുഃഖത്തിലും വിപത്തിലും ഭർത്താവിന് ധൈര്യവും ശക്തിയും നൽകേണ്ടത് സ്ത്രീധർമ്മമാണ്. ഞാൻ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം കേട്ട് സത്യഭാമ അമ്പരം. മതിയാക്കൂ പ്രശ്നേ, ഇത്രയും കാര്യങ്ങൾ കേട്ടത് തന്നെ ചലചുറ്റുന്നു. എന്നെക്കൊണ്ടിതൊന്നും നടപ്പില്ല. യോഗിയായ ഭാര്യയാകുന്നതും സാധനയുടെ ഫലമാണെന്നും തോന്നുന്നു. ഞാൻ ചിരിച്ചു. അതാണ് തെറ്റ്. കൃഷ്ണൻ നിങ്ങളുടേതാകുമെന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് കൃഷ്ണൻ്റേതാകുന്നില്ല? അങ്ങനെയായാൽ അദ്ദേഹം ബന്ധിതനാകും. ഗോപികമാരുടെ കൂട്ടത്തിൽ ചന്ദ്രാവലിക്ക് അന്യമായ സ്ഥാനമുണ്ട്. കൃഷ്ണന്റെ പ്രിയ കാമുകി ചന്ദ്രാവലിയും രാധയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നറിയുമോ? ചന്ദ്രാവലിക്ക് കൃഷ്ണനോടുള്ള മനോഭാവം ത്വം മാമൈ എന്നാണ്, അതായത് അങ്ങ് എൻ്റെയാ. എന്നാൽ രാധ പറയുന്നതോ തൈ വവാഹം എന്നാണ്, അഥവാ ഞാൻ അങ്ങയുടേതാ. ഈ വ്യത്യാസം കാരണമാണ് രാധ ചന്ദ്രാവലിയേക്കാൾ ശ്രേഷ്ഠയാകുന്നത്. കൃഷ്ണനോടുള്ള എൻ്റെ മനോഭാവവും ഇതുതന്നെയാണ്. ഞാൻ പറയുന്നു, ഹേ കൃഷ്ണേ, കൃഷ്ണ അങ്ങയുടേതാണ്. ജനിച്ചപ്പോൾ തന്നെ ഈ മനോഭാവത്തോടെ ഞാൻ കൃഷ്ണനെ സമർപ്പിതമായി. എൻ്റെ ഈ സമർപ്പണ ഭാവം തെറ്റിദ്ധരിക്കുന്നവർക്ക് കൃഷ്ണനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കൃഷ്ണപ്രേമം മാനുഷികവും ശൃംഗാര പ്രധാനവുമല്ല തന്നെ. ഇക്കാര്യം എൻ്റെ ഭർത്താക്കന്മാർക്കും അറിയാം. അതിനാൽ എൻ്റെ ക്ഷണപ്രേമം അവർ ഒരു ഭാഗ്യമായി കരുതുന്നു. തുടരും.